നിത്യ ഒരു പാവം കുട്ടിയാ. നിന്നെപ്പോലെ ഒരുത്തൻ അവളെ അർഹിക്കുന്നില്ല. അവൾ എൻ്റെ പെണ്ണാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്ത് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ ഓർത്തോ, ഇത് വെറും സാമ്പിളാ. എന്തു പറ്റും മോളെ? അത് സാറ ചായ തന്നപ്പോ പെട്ടെന്ന് പിടിവിട്ടു പോയമ്മേ. സാറാ, കാല് പൊള്ളിയോ? ഇല്ല, കുഴപ്പമില്ല. ശ്രദ്ധിക്കണ്ടേടാ. സാറ, ഐ എം റിയലി സോറി. ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ചായ ഞാനെടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. സ്വന്തം വീട് പോലെ കാണണമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാല് പെട്ടെന്ന് അടുത്തോളൂ എൻ്റെ മോള്. മോളെ സാറ് വാ, നമുക്ക് അകത്തേക്ക് പോവാം. മോളെ, അമ്പലത്തിലേക്ക് ഇതെടുത്ത് ഇറങ്ങണം കേട്ടോ. എന്തിനാ അമ്മേ? എന്ത് കാര്യം ചെയ്താലും അതിങ്ങനെ എന്തിനാ അമ്മേ എന്തിനാ അമ്മേന്ന് ചോദിച്ചോണ്ടിരിക്കരുത്. എന്റെ സന്തോഷം കൊണ്ടാ ഞാൻ മോൾക്ക് ഓരോന്ന് വാങ്ങിക്കുന്നത്. നിത്യ, സത്യം പറഞ്ഞ ഇങ്ങനൊരു അമ്മായിയമ്മ കിട്ടിയ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. എനിക്കെങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടണം. ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തു കൊടുത്തേനെ. അല്ല ആന്റി, ഒരെണ്ണം എനിക്കും എടുക്കായിരുന്നില്ലേ അമ്പലത്തിൽ വരാൻ? അയ്യോ സോറി മോളെ, ഞാൻ ഒരെണ്ണം പോയി മോൾക്ക് എടുത്തോണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ അമ്പലത്തിലേക്കില്ല. അതെന്താ സാറ് വരാത്തെ? എനിക്ക് ഒന്ന് രണ്ട് ചെറിയ മീറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അതെല്ലാം ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ ഫ്രീയാ. സാരി തരാത്തത് കൊണ്ട് പിണങ്ങിയിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ആന്റി. എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ സാരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ നേരെ ആന്റിയുടെ അടുത്തേക്കാ ചെല്ല. അവിടെ പിന്നെ വലിയൊരു കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ പിന്നെ ശരി മോളെ, മോള് പോയി റെഡി ആയിട്ട് വാ. അമ്മയൊന്ന് പോയി തയ്യാറാവാം. ശരി അമ്മേ. അമ്മ നല്ലതാ. അമ്മ ഒരുപാട് നല്ലതാ. നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാമായിരുന്നില്ലേ? അല്ലമ്മേ, ഈ പൂജ കഴിഞ്ഞ് വന്നിട്ടും ഇവരിവിടെ തന്നെ തങ്ങാനാണോ? പിന്നല്ലാതെ, നാളെ ഡ്രസ്സ് എടുക്കാനും മറ്റും പോകേണ്ടതല്ലേ? അമ്മേ, സംഗതി അയൽവക്ക. സാറ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. പക്ഷേ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. നിത്യാച്ചനെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റാം. ഇനി നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. രണ്ടുപേർക്കും സാറേ വല്ലാതെ ഇഷ്ടായിട്ടുണ്ട്. എന്തിഷ്ടം? ഒക്കെ വെറുതെ ചുമ്മാ. എടാ, നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്നിട്ട് പെട്ടെന്ന് വന്ന് ഒരുങ്ങാൻ നോക്ക്. അമ്മേ, ശരിക്കും ഈ പൂജയുടെ സ്വഭാവം എന്താ? സത്യം പറഞ്ഞ എനിക്ക് ഒരു ഐഡിയ ഇല്ല. മുൻപ് തിരുപ്പതി ദേവസ്ഥാനത്തിരുന്ന ഒരു യോഗിയാണ് പൂജ നടത്തുന്നത്. ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നമ്മേ? ഇതൊക്കെ നാളെ നീയും ചെയ്യും, നിനക്ക് മക്കള് വരുമ്പോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പം നിനക്ക് മനസ്സിലാവും. വാ. ഹലോ, വീണയല്ലേ?
അതെ, ഐ ആം കോളിംഗ് ഫ്രം കെയർ അഡ്വർടൈസിംഗ് ഏജൻസി. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് കിരൺ. ഞാൻ വീണയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. എന്താ കാര്യം? വീണ നാളെ ഫ്രീ ആണോ? എനി ഷൂട്ട് ഓർ എനിത്തിങ്? ഇല്ല. അങ്ങനെയാണെങ്കിൽ കെയറിൻ്റെ ഒരു ആഡ് ചെയ്യാമോ? അതിനെന്താ ചെയ്യാം? ഇങ്ങനെ ഒരു ഷോർട്ട് ടൈം വിളിച്ചത് എന്താ കാര്യം എന്നറിയോ? ആക്ച്വലി ഞങ്ങൾ വേറൊരു മോഡലിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാ. അവർക്കൊരു ഹെൽത്ത് ഇഷ്യൂ. ഷൂട്ട് നാളെ നടന്നേ പറ്റൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഞാൻ ചെയ്യാം. ഓക്കെ. വീണയുടെ പ്രൊഫൈല് ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ കണ്ടു. ദയർ ഓക്കെ. വീണയ്ക്ക് നാളെ ഒരു 9:30 ഓഫീസിലെത്താൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയക്കാം. ഞാൻ വരാം. ഇത്രയും ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈംസ് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ, നാളെ ഓഫീസിലേക്ക് വരൂ. നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താവുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് എത്തിക്കോളാം. താങ്ക് യു വീണ. മേ ബി കുറച്ച് കഴിയുമ്പോൾ കോസ്റ്റ്യൂമർ എന്ന് വിളിക്കും. കോൾ എടുത്തേക്കണേ. എടുത്തോളാം. പിന്നെ നാളെ വീണയ്ക്കിത് നല്ലൊരു അവസരം. ഓക്കെ. പോണം. എനിക്കിവിടുന്ന് രക്ഷപ്പെടണം. അതിനി എന്റെ കരിയർ കൊണ്ടേ പറ്റൂ. അയ്യോ, വലിയ പൂജയാണല്ലോ അമ്മേ. കാശുള്ളവരല്ലേടാ, എങ്ങനെ നടത്തുന്നോണ്ട് എന്താ? നമ്മള് വന്നത് നന്നായി. ഇതിലെന്താ അത്ര നന്നാവാൻ? വലിയ പൂജയല്ലേ, കൊറേ പ്രസാദമൊക്കെ കിട്ടും. മിണ്ടാണ്ടിരിക്കടാ. പ്രസാദം കഴിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? അല്ലാതെ കല്യാണം മുടക്കാൻ അമ്മയെ കൊണ്ട് പറ്റില്ലല്ലോ. പ്രസാദം എങ്കിൽ പ്രസാദം. എവിടെ പൂജ നടത്താനുള്ള ആളുകളൊക്കെ? എന്തു ഭംഗിയല്ലേ അമ്മേ. നിത്യയുടെ കൂടെ ഞാൻ നടന്നു വന്നിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. എന്താ നളിനി, ഇനി പൂജ മുടക്കാനോ മറ്റോ ഉദ്ദേശമുണ്ടോ? അതെ, ഇവള് വന്ന് ശിവാനന്ദന്റെ എന്നെ കാല് പിടിക്കായിരുന്നു. എന്തൊക്കെയായാലും അനുജത്തിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയ തെറ്റുകളൊന്നും അല്ലല്ലോ നളിനി കാണിച്ചു കൂട്ടിയത്. അതെല്ലാം വിവരമില്ലായ്മ കൊണ്ടല്ലേ? ഇപ്പൊ വിവരം വെച്ചോ. അതെ, എന്റെ മനസ്സിൽ എത്ര ദുഷ്ടതരങ്ങൾ ഉണ്ടായാലും ശരി, ആങ്ങളമാരെന്ന് വെച്ചാ എനിക്ക് ഭ്രാന്ത. അവരെ വിട്ടു മാറി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നളിനിയുടെ ആങ്ങളമാര് പാവങ്ങളാ. നളിനി എന്ത് കാണിച്ചാലും അവര് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ നളിനിയെ ഞാൻ ഒരകലത്തിലേ നിർത്തി കാണും. ഇതുവരെ കാണിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് നളിനിയുടെ ഭാഗത്തുനിന്ന് ഇനിയുണ്ടായ
നളിനി ചിലപ്പോ വല്ലാതെ ബുദ്ധിമുട്ടും. നമുക്ക് അങ്ങോട്ട് നടക്കാം, വാ. നളിനി, സുജാത ഒരു കാര്യം ഒരാളോടൊന്ന് കടുപ്പിച്ച് പറഞ്ഞാലേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ദേ, എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നല്ല കേട്ടോ. സുജാത ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാ അത് ചെയ്തിട്ടേ അടങ്ങൂ. ദേ, ഈ കല്യാണം നടക്കുന്നത് പോലെ. കിട്ടാനുള്ളൊക്കെ കിട്ടിയില്ലേ? നമുക്ക് പോയാലോ അമ്മേ? കുട്ടികൾക്ക് കുങ്കുമം കൊടുത്തോളാ. ആ തീർത്ത അവിടെ കൊടുത്തോളൂ. ആ പുഷ്പങ്ങൾ അവിടെ കൊടുക്കുക. വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ലക്ഷ്മി സമേത ഇരിക്കുന്ന നാരായണനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പൂക്കൾ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുക. കുട്ടികളുടെ മാംഗല്യത്തിനു വേണ്ടി ബാക്കിയുള്ളവര് സർവ്വ ഐശ്വര്യവും കുട്ടികളുടെ ഭാവി ശോഭനാക്കണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക. നെയ് ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിച്ചോളൂ.
അമ്മ, ഞാനൊരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വന്നാലോ? എന്തടാ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാല് തീ കെടില്ലേ? അപ്പൊ പൂജ മുടങ്ങില്ലേ? നിന്നെ തെറ്റ നേരത്തെ വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ എവിടെയാ ബക്കറ്റ്? അതാ അമ്മയ്ക്ക് ദേഷ്യം വന്നത്. തീ ആളിക്കത്തുന്നത് എന്ത് രസമല്ലേ? എല്ലാത്തിനെയും കത്തിച്ചില്ലാതാക്കാൻ ശേഷിയുള്ള തീ. എല്ലാവരെയും പൊള്ളിക്കുന്ന തീ. ചടങ്ങുകളൊക്കെ വ്യത്യസ്തമാണല്ലോ സുജാതെ. അതെ, ഞാനും അതാ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന. ആ ഇനി ഈ മുളങ്കുഴലിലുള്ള തേൻ നാവിലൊഴിച്ചു കൊടുക്കുക. ആദ്യം പയ്യൻ. ഇനി രണ്ടുപേരും കൈകള് ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ലക്ഷ്മി നാരായണന്മാർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ സൂചനയാണത്. ലക്ഷ്മി നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് ലക്ഷ്മിയും നാരായണനുമായി മാറും. മനസ്സുകൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന വെള്ളത്തിലിരിക്കുന്ന കൈകളും ഒന്നിച്ചു ചേരും. ഇനി കൈകളെടുത്തോളുക. അപ്പോൾ പൂജാവിധികളെല്ലാം മംഗളമായി അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിവാഹം. ക്ഷേത്രനടയിലേക്ക് ചെന്ന് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചോളാം.